പടർന്നു പന്തലിച്ച അരളി മരങ്ങളുടെ തണലിൽ നിന്നാണ് വീട് തുടങ്ങുന്നത്. കരിങ്കല്ലു പാകിയ മുറ്റത്തു നിറയെ വീണുകിടക്കുന്ന മഞ്ഞ ഇലകളും ചുവന്ന പൂക്കളും, ചുറ്റും മരങ്ങളുടെ പച്ചു മാത്രം. ഇവിടെ ഒരു പന്തലുണ്ട്. മരത്തടി കൊണ്ടു തീർത്ത മേൽക്കൂരയില്ലാത്ത പന്തൽ. കടഞ്ഞെടുത്ത തൂണുകളിൽ മരം കൊണ്ടുള്ള കുത്തുപണികൾ. മുറ്റത്ത് പഴയൊരു സൈക്കിൾ റിക്ഷ. ഇതിനു മാത്രമായി പ്രത്യേക മേൽക്കൂര. മനോരമയുടെ കഥയാട്ടമെന്ന കലാരൂപത്തിൽ അഭിനയിച്ചപ്പോൾ ഓടയിൽ നിന്നിലെ പപ്പുവിനെ ലാൽ അവതരിപ്പിച്ചിരുന്നു. അന്ന് സ്വന്തമാക്കിയതാണ് ഈ റിക്ഷ. കൽപ്പടവുകൾ കയറിയാൽ ഇരുവശത്തും നീല ജലാശയവും അതിൽ നിറയെ വർണ്ണമീനുകളും. ഈ ജലാശയത്തിന് മുകളിലൂടെയുള്ള പാലമാണ് വീട്ടിലേക്കുള്ള വഴി. വെള്ളം ശുദ്ധീകരിക്കാനായി സിംഗപ്പൂരിലെ വിദഗ്ധർ രാമ തയ്യാറാക്കിയ സംവിധാനം ഈ ജലാശയത്തെ ഏതു സമയത്തും സ്ഫടികം പോലെ നിലനിർത്തും. ഏറെക്കാലത്തെ ശ്രമത്തിലൂടെയാണ് രാമ ഇത് യാഥാർത്ഥ്യമാക്കിയത്. വാതിൽ തുറക്കുമ്പോൾ അറിയാതെ ഒരു നിമിഷം നിന്നു പോകും. മീനുകൾ നിറഞ്ഞ അക്വേറിയം കാൽച്ചുവട്ടിൽ. ഇതിനുമേൽ വിരിച്ച ഗ്ലാസിനു മുകളിലൂടെ വേണം അകത്തേക്ക് കാൽവയ്ക്കാൻ. മുന്നിൽ വീണ്ടും ഒരു അക്വേറിയം. ഇത് സമുദ്രമാർഗത്തെ മത്സ്യങ്ങളുടെ അക്വേറിയമാണ്. ഇതിലൂടെ നോക്കിയാൽ വീടിന് പുറത്തുള്ള കായൽ കാണാം. നോക്കത്ത ദൂരത്തോളം നീളുന്ന ജലാശയത്തിൽ മീനുകൾ കിടക്കുന്നത് പോലെ. സ്വകാര്യ മുറിയുടെ ചുമരുകളിൽ പലരും സമ്മാനിച്ച ചിത്രങ്ങൾ. നടുവിൽ ദേശീയ ബഹുമതികളിലൊന്ന്. അടുത്ത് പത്മശ്രീയുടെ പതക്കം. ഇത് തികച്ചും സ്വകാര്യമായ മുറിയാണ്. പുറത്തെ ശബ്ദം പോലും അകത്തേക്ക് അനുവാദമില്ലാതെ കടന്നു വരില്ല. ചെറിയൊരു പടവിറങ്ങിയാൽ സ്വീകരണ മുറിയിലെത്തി. ചുമരിൽ സംഗീതം പൊഴിക്കുന്ന ക്ലോക്ക് പോലൊരു യന്ത്രം. ഓരോ പാട്ടും ലോഹത്തിൽ കൊത്തിയെടുത്തിരിക്കുകയാണ്. വർഷങ്ങളോളം പഴക്കമുള്ള യന്ത്രം. വിദേശയാത്രയിൽ എവിടെയോ ലാലിനൊപ്പം കൂടിയതാണ്. സ്വീകരണമുറി തുറക്കുന്നത് കായലിലേക്ക് നോക്കിയിരിക്കുന്ന വരാന്തയിലേക്കാണ്. സ്വീകരണ മുറിയുടെ ഒരു വശം മുഴുവൻ ചില്ലുവാതിലുകൾ. എവിടെ ഇരുന്നാൽ കൊച്ചിയിലെ കായൽ കാണാം. അക്കരെ പൊട്ടുപോലെ കെട്ടിടങ്ങൾ. ഇടതടവില്ലാതെ പോകുന്ന കെട്ടുവള്ളങ്ങളും ബോട്ടുകളും. വരാന്തയോട് ചേർന്ന നീന്തൽക്കുളം. കായലിനും വീടിനും ഇടയിലുള്ള പുൽപ്പരപ്പിൽ നീർത്തുള്ളി പോലെ കിടക്കുന്നു. പ്രത്യേക ആകൃതിയിലില്ലാത്ത കുളം. 2 ഞാവൽ മരങ്ങളെ ചുറ്റിക്കിടക്കുകയാണ്. കുളത്തിനുമേൽ വീണു കിടക്കുന്ന സ്വർണ്ണവർണ്ണ ഇലകൾ. വരാന്തയിൽ കുളക്കരയിലൊരു മിനി ബാറുണ്ട്. വരാന്തയിൽ നിന്നൊരു കുഴിയിലേക്ക് ഇറങ്ങുന്നത് പോലെയാണിത്. നീന്തുവന്ന് കുളത്തിനിടയിലെ കല്ലുകസേരകളിലിരുന്നാൽ ബാറിലെ മേശയിൽ കൈവച്ചിരിക്കാം. നീന്തൽക്കുളത്തിൽ കഴുത്തറ്റം മുങ്ങി കായൽപ്പരപ്പിലേക്ക് നോക്കുമ്പോൾ കായൽ വെള്ളം തലയ്ക്ക് മുകളിൽ ഓളം വെട്ടുന്നത് പോലെ വഞ്ചികൾ നീന്തൽക്കുളത്തിലേക്ക് കയറുമോ എന്ന് തോന്നും. വരാന്തയ്ക്ക് മുന്നിലെ പച്ചുൽപ്പരനു നല്ല ചന്തമാണ്. കായൽ തീരത്തോളം നീണ്ടുകിടക്കുന്ന പുൽപ്പരപ്പിൽ എവിടെ നിന്നെല്ലാമോ സംഘടിപ്പിച്ച വർഷങ്ങൾ പഴക്കമുള്ള കസേരകൾ, മൺകലങ്ങൾ, കുങ്കുമപ്പൂ മരങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്നു.